നേരത്തെ അതെ അതെ തീർച്ചയായിട്ടും ഇതിനൊക്കെ പരിഹാരമുണ്ടാകുമെന്നും സൗമ്യ കൊലക്കേസ് വന്ന സമയത്തൊക്കെ വലിയ ചർച്ചകൾ നമ്മൾ ഇതുപോലെ സംഘടിപ്പിച്ചപ്പോൾ ഉടനെ തന്നെ നടപടി ഉണ്ടാകും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞവരൊക്കെ എവിടെ പോയി എന്നറിയില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയൊക്കെയാണ് കാര്യങ്ങൾ. ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക്, സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക് അതറിയാം. രമ്യ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് ഒരു പരിഹാരം എന്ന വണ്ണം ചില നമ്പറുകളൊക്കെ തരും. ആ നമ്പർ വിളിക്കുമ്പോഴാണ് ഇതിനേക്കാൾ കേമം. അതായത് അടുത്ത സ്റ്റേഷനിൽ അല്ലെങ്കിൽ തൊട്ട 2 സ്റ്റേഷൻ കഴിയുമ്പോൾ അവിടെ പോലീസ് ഉണ്ടാകും. പറയാൻ നമ്മൾ ബാക്കി ഉണ്ടാവണമല്ലോ. നമുക്കിത് പേടിച്ചിട്ടായിരിക്കും നമ്മൾ ആ നമ്പറിലേക്ക് വിളിക്കുന്നത്. ഒന്നുകിൽ അത് കിട്ടി ആരെങ്കിലും എടുത്താൽ തന്നെ നമുക്ക് അവിടെ ആളില്ല, അതിന്റെ അടുത്ത സ്റ്റേഷനിൽ ആളുണ്ടാവും, അവിടെ ഇറങ്ങി ഒന്ന് പറഞ്ഞേക്കാൻ പറയും. ഇതായിരിക്കും മറുപടി. ഇതാണോ നമുക്ക് വേണ്ടത്? ഇതാണോ നമ്മൾ അർഹിക്കുന്നത്? അതെ, ശരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഭയങ്കരമായിട്ട് വിജിലന്റ്. എന്തെങ്കിലും ഒരു കേസ് വരുമ്പോൾ മാത്രമല്ല, അല്ലാതെ തന്നെയും സ്ത്രീകളുടെ സുരക്ഷയെ പറ്റിയിട്ട് പൊതുവായിട്ടൊരു വളരെ ഉദാസീനമായിട്ടൊരു നിലപാടാണ് സമൂഹത്തിൽ നിന്ന് പൊതുവെ ഉയരുന്നത്. അപ്പൊ നമ്മളത് എന്തെങ്കിലും ഒരു തരത്തിൽ അതൊരു സജഷനോ മറ്റോ ഒക്കെ ആയിട്ട് വെക്കുവാണെങ്കിലും അത് പലപ്പോഴും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പരിഗണിക്കപ്പെടാതെ പോവുകയാണ്. എന്തെങ്കിലും ഒരു കേസ് വരുമ്പോൾ മാത്രം അന്നേരം ഇതെല്ലാം ശരിയാവും, അതിനാരെങ്കിലും ബലിയാവണം കുറച്ച് ദിവസത്തേക്ക് മാത്രം. അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും നോർമൽ ആയിട്ട് തന്നെ ഇങ്ങനെ ഇത് പഴയ പോലെ 5 വർഷം മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ യാത്ര ചെയ്യുന്നവർ അവരവരുടെ ജീവൻ കയ്യിൽ പിടിച്ച്, അവരവരുടെ സുരക്ഷ കയ്യിൽ പിടിച്ച്, ചിലപ്പോൾ നമ്മളെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ നമ്മൾ നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഭ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വന്ന് കയറുന്ന ഈ പ്ലാറ്റ്ഫോമിലൊന്നും പ്രോപ്പർ ആയിട്ടുള്ള ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. ഈ ടിക്കറ്റ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ വന്ന് ഇവരെങ്ങനെ ഈ റെയിൽവേ സ്റ്റേഷനിൽ, ഇപ്പം തിരുവനന്തപുരം സെൻട്രൽ പോലെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു മെയിൻ ആയിട്ട് പോകുന്ന ഒരു ട്രെയിനിലെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ഒരു ഭ്രാന്തനായിട്ടുള്ള ഒരാൾ വന്ന് കയറുക എന്ന് പറയുന്നത് അയാളുടെ കയ്യിൽ പ്രോപ്പർ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊന്നും ഇല്ലാതാണ് അയാൾ വന്ന് ഈ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ലേഡീസിലേക്ക് അയാൾ കയറുന്നത്. അപ്പൊ അത് അത്രയും വലിയ വീഴ്ചയാണ് അവിടെ സംഭവിക്കുന്നത്. ഇതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, സ്ഥിരം യാത്രക്കാർ എന്നുള്ളതിനേക്കാളും ഈ വല്ലപ്പോഴും കൂടി യാത്ര ചെയ്യുന്നതില് ചിലപ്പോൾ ലോകം എന്താണെന്ന് അറിഞ്ഞൂടാതെ വരുന്ന ഒരു അമ്മയും കുഞ്ഞും ആയിരിക്കും ചിലപ്പം വന്ന് അപകടത്തിൽ പെടുന്നത്. അവർക്ക് ഇതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ക്രൈം സീൻ പോലും ചിലപ്പോൾ ഇതിൽ ഭയങ്കര ഗുരുതരമായിട്ട് വരും. വേണ്ടത്ര CCTV ക്യാമറകളില്ല. ഇനി ക്യാമറകൾ ഉണ്ടെങ്കിൽ തന്നെ അത് വർക്കിംഗ് ആയിരിക്കത്തില്ല. അപ്പൊ ഇതൊന്നും റെഗുലർ ഇന്റർവെൽസിൽ ചെക്ക് ചെയ്ത് പോകുന്നില്ല എന്നുള്ളത് വൻ വീഴ്ച തന്നെയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ വന്നൊരു സ്റ്റേഷനിൽ ഇറങ്ങുകയാണ്, അതൊരു മെയിൻ സ്റ്റേഷൻ അല്ല, അതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേഷനിലാണ് ഞാൻ ഇറങ്ങുന്നതെങ്കിൽ ഞാൻ ഏറ്റവും ബാക്കിലുള്ള ലേഡീസ് കമ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇറങ്ങുന്നത്. അപ്പൊ എനിക്കിങ്ങ് സ്റ്റേഷന്റെ കവാടം വരെ വരാനായിട്ട് ഒരു ദൂരം കാണും. അത് ഏകദേശം ഒരു ചെറിയ സ്റ്റേഷൻ ആണെങ്കിൽ ഇരുട്ടത്തൂടെ ആയിരിക്കും ഞാൻ നടന്നു വരുന്നത്. അപ്പൊ എന്റെ കൂടെ ചിലപ്പം ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആരും കാണത്തില്ല. അപ്പൊ നമ്മൾ വിജനമായ, അതും കാടായിരിക്കും. നിങ്ങൾ റെയിൽവേ സ്റ്റേഷന്റെ ആ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ബാക്ക് കൊണ്ടുപോയി നിർത്തുന്ന ഭാഗത്ത് നിന്ന് ഒരു സൈഡിൽ മുഴുവൻ കാടും ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ഇറങ്ങി നടന്നു വരുന്നതിനിടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അപകടങ്ങളെല്ലാം സംഭവിക്കാം. ഇപ്പൊ ഈ രീതിയിൽ അവിടെ ഒന്നും CCTV ക്യാമറകളോ അല്ലെങ്കിൽ വേണ്ട സ്ട്രീറ്റ് ലൈറ്റുകളോ ചിലപ്പോൾ അത് ഉണ്ടായിരിക്കും, ചിലപ്പോൾ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആയിരിക്കത്തില്ല. അപ്പൊ ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും സുരക്ഷിതമായ യാത്ര നമുക്കത് ഇനിയും അന്യമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അതുപോലൊരു കാര്യമാണ് രമ്യ, ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ പോലീസ് ഉണ്ടാകണമെന്നുള്ള ഒരു ചട്ടമൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഒരു ലൂപ്പ് ഹോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവധി ദിവസങ്ങളുണ്ട് എന്നുള്ളതാണ്. ശനിയും ഞായറും ഒന്നും അവരും ഉണ്ടാവില്ല. നമ്മൾ ഒരിടത്തും പോകാൻ പാടില്ല. ശനി ഞായറും പോയാൽ തന്നെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറാനും പാടില്ല. ചോദിച്ചാൽ പറയും ഇന്ന് ശനിയാഴ്ചയല്ലേ അല്ലെങ്കിൽ ഞായറാഴ്ചയല്ലേ, അതുകൊണ്ട് പോലീസ് ഇല്ല എന്ന് പറയും. അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ശനിയാഴ്ച ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ വെളുപ്പംകാലം സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ചിലപ്പോൾ നമുക്ക് എറണാകുളത്ത് ഒരു മീറ്റിംഗ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടുന്ന് കൊല്ലത്തുനിന്നോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുനിന്നോ നമ്മൾ വെളുപ്പിനായിരിക്കും ചിലപ്പം കയറേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ലേഡീസ് കമ്പാർട്ട്മെന്റ് ഒക്കെ ചിലപ്പോൾ വിജനമായിരിക്കും. അത് ഈ പറഞ്ഞ പോലെ സാറ്റർഡേയോ അല്ലെങ്കിൽ സൺഡേയോ ഒക്കെ ആകട്ടെ. പക്ഷെ അന്നേരം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കയറുമ്പോഴേ ആരും ഇല്ല. ചിലപ്പോൾ ഒരു ലേഡി കാണും, അവർ അടുത്ത ഒരു ചെറിയ സ്റ്റേഷനിൽ അവർ ഇറങ്ങി പോവുകയാണ്. പിന്നെ നമ്മൾ ഒറ്റയ്ക്കേ കാണത്തുള്ളൂ. ഈ പറയുന്ന പോലെ ആരെ വിളിക്കും? പെട്ടെന്ന് ഈ ട്രെയിൻ മൂവ് ചെയ്ത്, നമ്മൾ ട്രെയിൻ മൂവ് ചെയ്യുന്ന ചിലപ്പോൾ നോക്കുമായിരിക്കും, ആരും കയറിയില്ല. പക്ഷെ മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും വന്ന് കയറിയാൽ അവിടെ നമ്മൾ ടോട്ടലി ഹെൽപ്ലെസ് ആണ്. അപ്പം അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ആ സിറ്റുവേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്.
അപ്പൊ അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം, അതായത് ലേഡീസ് കമ്പാർട്ട്മെന്റിന് കൂടുതൽ പരിഗണന കൊടുക്കത്തക്കണോ, അതുപോലെ തന്നെ പുറകിലത്തെ ഈ ലേഡീസ് കൂപ്പെ കുറച്ചും കൂടെ വലുതാക്കി കിട്ടുകയാണെങ്കിൽ കുറേയും കൂടെ സ്ത്രീ യാത്രക്കാർക്ക് അവർക്ക് ഈ ജനറലിൽ പോയി അവിടുത്തെ ശല്യങ്ങളും കാര്യങ്ങളും. ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു ടീച്ചർ പറഞ്ഞതാണ്, റിസർവേഷൻ, അതായത് തിരക്കുള്ള ദിവസങ്ങളിൽ, ഇപ്പൊ തിങ്കളാഴ്ച ദിവസം നമുക്കറിയാം നല്ല റഷ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഇപ്പൊ റിസർവ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും കുറെ പേരൊക്കെ ഈ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളവരൊക്കെ റിസർവ് ചെയ്തിട്ടായിരിക്കും യാത്ര ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ സ്ഥിരം കാണുന്ന യാത്രക്കാരായിട്ടുള്ള പുരുഷന്മാരിൽ നിന്ന് പോലും ഇവർക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതായത് റിസർവ് ചെയ്തു പോകുന്ന കമ്പാർട്ട്മെന്റുകളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല. കാരണം അത്തരത്തിലുള്ള തുറിച്ചുനോട്ടങ്ങളോ അല്ലെങ്കിൽ പിന്നെ അല്ലാതുള്ള ശല്യങ്ങളോ ഒക്കെ അവർക്ക് ഉണ്ടാവുന്നുണ്ട് എന്ന് ഇന്ന് ഒരു ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അതെ അപ്പൊ അത് അതെ അതെ ശ്രീമതി ഷിബി ജോമോൻ, നമ്മൾ സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയും ഒരു വീട് മൊത്തം തലയിലെടുത്ത് വെച്ചായിരിക്കും രാവിലെ ജോലിക്ക് വരുന്നത്. അതിനുശേഷം അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും രാത്രിത്തെ ഫുഡ് എങ്ങനെ, നാളെ രാവിലെ എന്ത് കൊടുക്കും, ഭക്ഷണം കുട്ടികൾക്ക് എന്തുണ്ടാക്കും എന്നൊക്കെയുള്ള ടെൻഷൻ നമുക്കുണ്ടാവും. ഈ ആശങ്കയുടെ കൂടെയാണ് ഇതൊക്കെ സഹിക്കേണ്ടി വരുന്നത് എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. ഷിബി മാം എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, സ്ഥിരം പോകുന്നത്, അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. എറണാകുളത്ത് നിന്ന് മാരാരിക്കുളം വരെയാണ് എനിക്ക് പോകേണ്ടത്. മാരാരിക്കുളത്ത് ധൻബാദിനാണ് ഞാൻ രാവിലെ വരുന്നത്. വൈകുന്നേരം 6:25 പാസഞ്ചറിനാണ് പോകുന്നത്. അപ്പൊ ധൻബാദിലാണെങ്കിലും രമ്യ പറഞ്ഞ പോലെ നമ്മളിപ്പോ സ്ഥിരം ജോലിക്കാരാണ് കയറുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ലേഡീസ് കമ്പാർട്ട്മെന്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജനറലാണ് കയറിയിരിക്കുന്നത്. ഇത് ഈ സെയിം ഫീലിങ്സ് ഒക്കെ എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. വെച്ചാൽ നമ്മൾ സ്ഥിരം കാണുന്നവരാണ്, നമ്മൾ ഡെയിലി കാണുന്നവരാണെങ്കിൽ പോലും അവർ കയറി വരുമ്പോഴത്തേക്ക് ഈ തുറിച്ചു നോട്ടവും അല്ലാതെയുള്ള നമ്മൾ എന്ത് പറയുന്നത് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, അത് നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവുന്നത് തന്നെയാ ഉണ്ടാകാറുണ്ട്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും കാണുന്നതല്ലേ എന്ന് ഓർത്തിട്ട് നമ്മൾ തിരിച്ചൊന്നും പറയാറില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പൊ ധൻബാദിലും നമുക്ക് ലേഡീസ് കമ്പാർട്ട്മെന്റ് ഇല്ല. ഞാൻ പറയുന്നത് ലേഡീസിന് കമ്പാർട്ട്മെന്റ് മാത്രം പോരാ, സുരക്ഷിതയാണ് ഏറ്റവും വലുത്. എന്നാല് ഇപ്പൊ നമുക്ക് ലേഡീസ് കമ്പാർട്ട്മെന്റ് തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവിടെ നോക്കാൻ കൂടി ഒരു ലേഡീസ് പോലീസോ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അവിടെ ഉണ്ടായിരിക്കണം. അത് ജെന്യൂനായ ഒരാളായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മളെ കെയർ ചെയ്യുന്ന, ഇപ്പൊ രമ്യ പറഞ്ഞ പോലെ തന്നെ ഒരു ഭ്രാന്തൻ, അത് ഞങ്ങൾക്കും ഉണ്ടായിരുന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു. പാസഞ്ചറിൽ വൈകുന്നേരം ആയിരുന്നു. ഇതുപോലെ തന്നെ ഒരു ഭ്രാന്ത് പിടിച്ച ഒരാള് എന്തുകൊണ്ട് ലഹരിയും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു. കയറി വന്നു, എല്ലാ ലേഡീസും ഇതുപോലെ പാനിക്കായി. പെട്ടെന്ന് നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ അതില് ചിലവര് നല്ല ബോൾഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ പോലീസിനെ അറിയിച്ചു. പക്ഷെ അവര് വന്നെങ്കിലും അയാളെ ഇറക്കി വിടുന്നതല്ലാതെ, അയാളെ ഓടിച്ച് വടിയെടുത്തിട്ട് ജസ്റ്റ് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിടുന്നതല്ലാതെ അയാൾക്ക് അതിന് മാറ്റി നിർത്തിയോ അല്ലെങ്കിൽ എന്താണ് റീസൺ എന്ന് ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പൊ ഈ കുഞ്ഞു പിള്ളേരുൾപ്പെടെ, എന്ന് വെച്ചാൽ +2 പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ നമ്മൾ ട്രെയിനിൽ മാതാപിതാക്കള് അങ്ങോട്ട് അവരെ ആക്കി വിടുവാണ്. ട്രെയിൻ യാത്ര സുരക്ഷിതയാണെന്ന് ഓർത്താണ് അവർ വിടുന്നത്. പക്ഷെ അല്ല എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഞാൻ